സിനിമയുടെ തുടക്കത്തിൽ മരിയ എന്ന പെൺകുട്ടിയെ കാണുന്നു. അവൾ അവളുടെ അച്ഛന്റെ ഫ്യൂണറൽ ഫംഗ്ഷനിടയിൽ ഒരു പയ്യനെ കാണും. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷമായി പോവും. ഇക്കാര്യം തന്റെ ആയ ഹീലിയോട്രോപ്പിനോട് മരിയ പറയാണ്. ഇനി അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ആയ മാത്രമേ ഉള്ളൂ. ശേഷം ഇവര് അച്ഛന്റെ വക്കീലിനരികിൽ പോയിട്ട് അച്ഛന്റെ സ്വത്ത് വിവരങ്ങൾ ചോദിക്കുമ്പോൾ സ്വത്തൊന്നും ഇനിയില്ല, അച്ഛൻ അവൾക്ക് കൊടുക്കാനായിട്ടൊരു പുസ്തകം മാറ്റി വെച്ചിരുന്നു എന്ന് വക്കീൽ പറയാണ്. മൂൺ ഏക്കർ വാലിയുടെ കഥകൾ എന്ന ഈ ബുക്ക് നമ്മുടെ മരിയ വീട്ടിലെത്തി വായിക്കുന്നുണ്ട്. ഒരു മൂൺ പ്രിൻസസിന്റെ കഥയാണ് അതിൽ ആദ്യം തന്നെ ഉള്ളത്. പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പ്രകൃതി മൂൺ പേഴ്സ് എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തു കൊടുക്കും. അതുപയോഗിച്ച് അവൾ മൂൺ പ്രിൻസസ് ആയി മാറും. അവൾക്ക് മേരി വെതർ കുടുംബത്തിൽ പെട്ട ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു. ഇവള് ഡിനോർ ഫാമിലിയിൽ പെട്ട ഒരു അംഗം കൂടിയായിരുന്നു. അങ്ങനെ ഇവരുടെ കല്യാണം നടക്കുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ ഈ കപ്പിൾസിന് ഒരു കറുത്ത സിംഹം സമ്മാനമായി കൊടുക്കും. വരനാവട്ടെ വധുവിന് ഒരു വെളുത്ത യൂണിക്കോണിനെ സമ്മാനമായിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷത്തിൽ നിൽക്കുന്ന ഈ മൂൺ പ്രിൻസസ് അവളുടെ കയ്യിലുള്ള മൂൺ പേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ് ഈ കുടുംബത്തിന്. അവൾ മൂൺ പ്രിൻസസ് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര വിശേഷപ്പെട്ട ഈ വസ്തു കണ്ടതും ആ രണ്ട് കുടുംബവും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. ആ ബുക്ക് അത്രയും വായിച്ച് മരിയ അടച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീലിയോട്രോപ്പിന്റെ കൂടെ ഇവളുടെ അങ്കിളായ ബെഞ്ചമിന്റെ വീട്ടിലോട്ട് ഇവരെ യാത്രയാകുവാണ്. ഒരു കാട് കടന്നു വേണം അവിടെ എത്താനായിട്ട്. കാട്ടിൽ വെച്ച് കുറച്ച് കള്ളന്മാര് ഇവരെ ആക്രമിച്ചെങ്കിലും എങ്ങനെയൊക്കെയോ ഇവർ രക്ഷപ്പെട്ട് അവസാനം മൂൺ ഏക്കർ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള വലിയൊരു കൊട്ടാരം പോലുള്ള വീട്, അതാണ് ബെഞ്ചമിന്റെ വീട്, അവിടേക്ക് ഇവർ എത്തിച്ചേർന്നു. അവിടെ എത്തിയ ഉടനെ ഹീലിയോട്രോപ്പി കള്ളന്മാരുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ ഇത് കേൾക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തതുപോലെ അവരെ അകത്തോട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവർ അകത്തോട്ട് കടന്നു. അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, റോൾഫ് എന്നു പേരുള്ള ഒരു കറുത്ത പട്ടിക്കുട്ടി. ശേഷം ഇവർക്ക് കിടക്കേണ്ട മുറിയൊക്കെ ബെഞ്ചമിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരിയ അവിടെ ഒന്ന് സെറ്റിലായപ്പോൾ അവളുടെ അച്ഛൻ കൊടുത്ത ബുക്ക് എടുത്ത് വായിക്കാൻ പോകുമ്പോൾ അത് ബെഞ്ചമിൻ കണ്ടു. ഇത് ഞാൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് പുള്ളി തന്റെ ലൈബ്രറിയിൽ കൊണ്ടുപോയി അത് പൂട്ടി വെച്ചു. ശേഷം ഇവർ ഫുഡ് കഴിക്കാൻ നേരത്ത് ഇവരോട് സംസാരിക്കരുതെന്ന് ബെഞ്ചമിൻ പറയാണ്. കുറച്ചു നേരം മിണ്ടാതിരുന്ന് ഇവളുടെ അച്ഛന്റെ കാര്യം നമ്മുടെ മരിയ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബെഞ്ചമിൻ അച്ഛനെ പറ്റി മോശമായി പറഞ്ഞു. അതായത് ഇവളുടെ അച്ഛൻ ഒരുപാട് സ്വത്തുക്കൾ ഉള്ളതൊക്കെ തന്നെ വിറ്റു തൊലച്ചു എന്നൊക്കെ പറയാണ്. മരിയയ്ക്ക് അത് കേട്ട് ഒരുപാട് ദേഷ്യം തോന്നി. നിന്റെ അച്ഛൻ ചൂതുകളി കളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ബെഞ്ചമിൻ അങ്ങോട്ടും ദേഷ്യപ്പെട്ടു. അതിനുശേഷം ഇവരെ കൂട്ടിയിട്ട് ഈ വീടൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പിയാനോ ഉള്ള റൂം നമ്മുടെ മരിയയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ മരിയ നോക്കുമ്പോൾ ആ പിയാനോ തനിയെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്നുള്ളത് അവൾക്കൊട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബെഞ്ചമിൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കള്ളന്മാരെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കാട് അത്ര നല്ലതല്ല. നമ്മുടെ ശത്രു കുടുംബമായ ഡിനോർ ഫാമിലിയിലുള്ള ആൾക്കാരാണ് കള്ളന്മാരായിട്ട് വരുന്നത്, അതുകൊണ്ട് ഒരിക്കലും ആ കാട്ടിലോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മരിയയെ നമ്മുടെ ബെഞ്ചമിൻ കുതിര ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് കയറ്റിയിട്ട് അവിടെയുള്ള മാർക്കറ്റ് സൈഡിലൂടെയെല്ലാം അവളെ കൊണ്ട് കുതിര ഓടിപ്പിക്കുന്നുണ്ട് അവൻ. എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു നേരം കൂടെ അങ്കിൾ കുതിര ഓടിച്ചോട്ടെ എന്ന് അവൾ പറയാണ്. അങ്ങനെ മരിയോട് ഒറ്റയ്ക്ക് കുതിര ഓടിച്ചോളാനായിട്ട് അവൻ പറയുന്നുണ്ട്. ആ സമയത്ത് കാട്ടിൽ നിന്ന് ഒരു ശബ്ദം മരിയെ കേൾക്കുകയാണ്. അങ്ങോട്ട് പോകരുതെന്ന് അങ്കിള് പറഞ്ഞെങ്കിലും അവൾ അതൊന്നും നോക്കിയില്ല. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരു മുയൽ അവിടെ ട്രാപ്പായിരിക്കുന്നുണ്ട്. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മരിയ ശ്രമിക്കുമ്പോൾ കുറച്ച് കള്ളന്മാര് അവളെ പിടിക്കാനായിട്ട് വന്നു. പെട്ടെന്ന് ബെഞ്ചമിന്റെ പട്ടിക്കുട്ടിയായിട്ടുള്ള റോൾഫ് അവിടെ എത്തിയിട്ട് ഈ കള്ളന്മാരുടെ അടുത്ത് നിന്ന് മരിയയെ രക്ഷപ്പെടുത്തി. ആ കള്ളന്മാരുടെ ഗ്യാങ് ലീഡർ ആയിരുന്നു റോബിൻ. അവനടക്കം ഓടിപ്പോയി. അങ്ങനെ അവള് വീടിനകത്തോട്ട് വന്നു. അന്ന് രാത്രിയിൽ ഒരു വെളുത്ത കുതിരയെ അവൾ കാണുകയാണ്. അവൾക്ക് മനസ്സിലായില്ല എന്താ താൻ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം അവള് ബെഞ്ചമിനോട് ചോദിച്ചു, അങ്കിളെ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു വെളുത്ത കുതിരയെ കണ്ടു. പിന്നെ ഇവിടെയുള്ള ആ പിയാനോ അതെന്താ തനിയെ വർക്ക് ചെയ്യുന്നത്? ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന്. അന്നേരം നിറ കണ്ണുകളോട് കൂടി ബെഞ്ചമിൻ, നീ എന്നോട് ഇക്കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് റോൾഫ് ഇവളെ കൂട്ടിയിട്ട് ഇവിടെയുള്ള അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മാജിക്കൽ കുക്ക് ഉണ്ടായിരുന്നു, മർമഡ്യൂക്ക്. ആ മർമഡ്യൂക്കിനെ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പുള്ളിയുടെ ജോലിയെല്ലാം തന്നെ സ്പീഡപ്പിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അയാളോട് മരിയ തന്റെ സംശയങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നീ നിന്റെ അച്ഛൻ തന്ന ആ ബുക്ക് എടുത്ത് വായിക്കുന്ന. അങ്ങനെ ലൈബ്രറിയിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ ആ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. അന്ന് മൂൺ പ്രിൻസസ് ഈ രണ്ട് കുടുംബത്തെയും ഈ ഒരു മൂൺ പേഴ്സ് വേണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ശപിച്ചു. ഇവിടെ നിന്ന് 5000 വർഷം കഴിഞ്ഞിട്ടുള്ള പൗർണമി വരുന്ന ദിവസം ഈ നാട് മുടിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ശാപം മാറാനായിട്ട് ഇനി ഒരു മൂൺ പ്രിൻസസിനെ കൊണ്ടേ സാധിക്കുള്ളൂ. മൂൺ പ്രിൻസസ് എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയമുള്ളവളായിരിക്കണം. അതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മരിയ ഇക്കാര്യം മർമഡ്യൂക്കിനോട് പറയുമ്പോൾ മർമഡ്യൂക്ക് പറഞ്ഞു, അങ്ങനെ ശുദ്ധ ഹൃദയമുള്ള മൂൺ പ്രിൻസസ് ആവാൻ യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമാണ് വെളുത്ത കുതിരയെ കാണാൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് നീയാണ് ആ ആളെന്ന് പറയാണ്. പക്ഷെ മരിയയ്ക്ക് അതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ശുദ്ധ വിഡിത്തരാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അങ്കിളിന് വേണ്ടി ഒരു കത്ത് എഴുതി വെച്ച്
അന്ന് തന്നെ അവൾ ആ കൊട്ടാരം വിട്ടു പോവാണ്. കാട്ടിൽ വെച്ച് അവൾ ഒരു ലേഡിയെ കണ്ടുമുട്ടി, ലൗഡെ. അങ്ങനെ ലൗഡെ ഇവളെ കണ്ടു പറഞ്ഞു, ഞാനും ഒരു തവണ ഇതുപോലെ മൂൺ പ്രിൻസസ് ആയതാണ്. പക്ഷെ രണ്ടു കുടുംബത്തെയും ഒരുമിപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ നിന്റെ കയ്യിൽ ഈ ഒരു കഴിവ് വന്നു ചേർന്നത് ചിലപ്പോൾ വിധി കൊണ്ടായിരിക്കാം. മോൾ എന്തായാലും അവരെ ഒരുമിപ്പിക്കാൻ നോക്കണം എന്ന് പറയാണ്. ശേഷം പറഞ്ഞു, മൂൺ പ്രിൻസസിന്റെ കയ്യിലുണ്ടായിരുന്ന മൂൺ പേൾസ് അത് നീ കണ്ടെത്തണം. അതുള്ളത് ഡിനോർ ഫാമിലിയിലുള്ള ഒരു പെട്ടിയിലാണ്. പക്ഷെ ആ പെട്ടിയുടെ താക്കോല് മേരി വെതർ ഫാമിലിയുടെ കയ്യിലാണ്. അപ്പൊ ആ താക്കോൽ എടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് പെട്ടിയും എടുത്ത് ആ ഒരു പേൾ നീ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛൻ കൊടുത്ത ആ ഒരു ബുക്കിനകത്ത് ഇവളൊരു താക്കോല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് മനസ്സിലായി ഈ താക്കോലാണ് ആ പെട്ടി തുറക്കാൻ വേണ്ടതെന്ന്. അങ്ങനെ ആ താക്കോൽ എടുത്ത് ഡിനോർ ഫാമിലിയുടെ കോട്ടയിലേക്ക് പോകുമ്പോൾ മൂണ്ടെ പറഞ്ഞു, എനിക്ക് അവിടേക്ക് വരാൻ സാധിക്കത്തില്ല, മോള് തന്നെ പോണമെന്ന്. അങ്ങനെ മരിയ തനിയെ തന്നെ ആ കോട്ടയിലോട്ട് പോവാണ്. പക്ഷെ ഇവൾ അവിടെ എത്തിച്ചേർന്നത് റോബിന്റെ അച്ഛനും ഈ ക്ലാനിന്റെ നേതാവുമായിട്ടുള്ള കോർ കണ്ടിട്ടുണ്ടായിരുന്നു. കോറിന്റെ കയ്യിൽ ഈ ചാവി ഏൽപ്പിച്ച് ആ പെട്ടി തരണം എന്ന് മരിയ പറയുമ്പോൾ പെട്ടിയെല്ലാം ഇവിടെയുണ്ട്, പക്ഷെ ഇതിനകത്ത് ഈ പേഴ്സ് ഇല്ല, അത് നിന്റെ കുടുംബക്കാർ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് കോർ പറയാണ്. പിന്നെ അവൻ ഒരിക്കലും മൂൺ പ്രിൻസസ് തിരികെ വരണമെന്നോ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കണമെന്നോ ഇവിടെ ശാപം മാറണമെന്നോ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ കറുത്ത പുക നിറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ നാട് ഭരിക്കുക എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരിയെ ഇവർ പൂട്ടിയിട്ടെങ്കിലും മരിയ അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരെയൊക്കെ കബളിപ്പിച്ച് ജയിലിൽ ചാടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവന്റെ ആൾക്കാർ പിറകെ പോയെങ്കിലും അവളെ കണ്ടു കിട്ടിയില്ല. അങ്ങനെ അവൾ ഒരുപാട് ദൂരെ എത്തി. ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ അയാൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാട്ടിൽ വെച്ച് നമ്മുടെ റോൾഫ് പട്ടി ഇവളെ കൂട്ടിക്കൊണ്ട് വീണ്ടും വീട്ടിലോട്ട് വന്നു. ഇത്തവണ ബെഞ്ചമിൻ അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞു, നിന്നോട് ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്തണം, നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നാവണം എന്നൊക്കെ മരിയ പറഞ്ഞത് ഓർത്ത് രാത്രിയിൽ ബെഞ്ചമിന് സങ്കടം തോന്നി. അങ്ങനെ അവളോട് ചീത്ത പറഞ്ഞതിന് സോറി പറയാൻ പോകുമ്പോൾ അവളതിന് റിപ്ലൈ കൊടുത്തില്ല. പക്ഷെ അങ്കിള് സോറി പറയുന്നത് കേട്ട് അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവൾ രാവിലെ എണീക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു ശബ്ദം. നോക്കുമ്പോൾ അവളുടെ മുറിക്ക് ഒരു സീക്രട്ട് ഡോർ ഉണ്ടായിരുന്നു. അതുവഴി ലൗഡെ അകത്തോട്ട് വന്ന് മൂൺ പ്രിൻസസിന്റെ കുപ്പായം ഇവൾക്ക് കൊടുക്കുകയാണ്. ഏകദേശം ഇവർ രണ്ടുപേരും ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ശേഷം ആ തനിയെ വർക്ക് ചെയ്യുന്ന പിയാനോയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്ന് ലൗഡെ ചോദിക്കുകയാണ്. അങ്ങനെ ലൗഡയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് നമ്മുടെ മരിയ. അവിടെ എത്തി അവള് ആ പിയാനോ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിയാനോയുടെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി മരിയ ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് നോക്കിയ മരിയ ലൗഡയും ബെഞ്ചമിനും ഒന്നിച്ച് ഈ പിയാനോ വായിക്കുന്ന രംഗം കാണുകയാണ്. ശരിക്കും ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ലൗഡെ അവള് ഡിനോർ ഫാമിലിയിൽ പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ മേരി വെതർ ഫാമിലിയിൽ പെട്ട ബെഞ്ചമിൻ അവളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അതുകൊണ്ടാണ് മൂൺ പ്രിൻസസ് ആയിരുന്നിട്ട് കൂടി നമ്മുടെ ലൗഡയ്ക്ക് ഈ രണ്ട് ഫാമിലിയെയും ഒരുമിച്ച് ചേർക്കാനായി പറ്റാതിരുന്നത്. അങ്ങനത്തെ ഒരു കഥ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെയുള്ള മൂൺ പ്രിൻസസിന്റെ രൂപം, അതായത് ഒരു പിക്ചർ എടുത്ത് മാറ്റുന്ന ഡിഗ്ബീഡ് എന്ന പണിക്കാരനെ നമ്മുടെ മരിയ കണ്ടുമുട്ടാണ്. ആ പിക്ചർ അവിടെ നിന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞ് മരിയ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പിക്ചറിൽ ഒരു വെളുത്ത കുതിര ഒരു മരത്തിനരികിൽ നിൽക്കുന്നത് മരിയ കണ്ടു. മൂൺ പ്രിൻസസ് തനിക്കൊരു ക്ലൂ കാണിച്ചു തന്നതാണെന്ന് മനസ്സിലായി മരിയ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു ആ പേൾസ് കണ്ടെത്താനായിട്ട്. അതിനു മുൻപ് ബെഞ്ചമിനും ലൗഡേക്കും കൂടെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞ് കത്തെഴുതുന്ന കൂട്ട് ഒരു കത്തെല്ലാം അയച്ചാണ് മരിയ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ പണിക്കാരെല്ലാവരും കൂടെ മരിയ ഇവിടെ ഇല്ല, അവള് ആ പേൾസ് വീണ്ടെടുക്കാൻ പോയി എന്ന് അറിയുന്നത്. അങ്ങനെ ഇവര് കാട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് മരിയ കാട്ടിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മുടെ കോറും ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുന്നുണ്ട്. മരിയയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റോബിനെ കണ്ടെത്തണം. റോബിന് ഇവിടുത്തെ മുക്കും മൂലയും അറിയാം. അങ്ങനെ റോബിനോട് ചോദിച്ച് ഈ മരം എവിടെയാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി റോബിനെ പിടിച്ചു വെച്ച് മരിയ പറഞ്ഞു, പൗർണമി ദിവസമാവാൻ അധികം നാളൊന്നുമില്ല, അതിനു മുൻപ് നമ്മൾ ഈ മൂൺ പേൾസ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, കുടുംബങ്ങളെ ഒന്നിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോവും. ഇതിൽ എന്നെ മാത്രമല്ല മരണത്തിന് കൊണ്ടുപോവേണ്ടി വരിക, ഇവിടെയുള്ള എല്ലാവരെയും കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ റോബിൻ അത് സമ്മതിക്കും. മരിയ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ വെച്ച് ആ മരം എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ റോബിനെ അവന്റെ അച്ഛന്റെ ആൾക്കാർ പിടിക്കും. എന്നിട്ട് അവന്റെ അച്ഛൻ വന്നിട്ട് പറയും, നീ ഞങ്ങളെ ചതിച്ചു, നിന്നെ ഒരിക്കലും ഞാൻ ഇനി വിശ്വസിക്കത്തില്ല, അവൾക്കൊരിക്കലും ആ മൂൺ പേൾസ് കിട്ടാനും പോകുന്നില്ല, ഈ ശാപം മാറാനും പോകുന്നില്ല, ഇവിടെ ഇനി ഇരുട്ട് പരന്നു കഴിഞ്ഞാലും നമ്മൾ ഈ നാട് ഭരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ മരിയ ഒരു വിധം കാട്ടിലൂടെ ആരുടെ സഹായമില്ലാതെ പോകുമ്പോൾ വെളുത്ത കുതിര വീണ്ടും കണ്ടു. അങ്ങനെ ആ വെളുത്ത കുതിര അവൾക്ക് വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെ ഇപ്പോഴും റോബിന്റെ അച്ഛൻ നിപ്പുണ്ടായിരുന്നു. അവൾ അയാളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാണ്. ആ സമയത്തേക്ക് റോബിനെ ഇവിടെ നിന്ന് നമ്മുടെ റോൾഫ് വന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അവൻ മരിയയുടെ അടുത്തോട്ട് വരികയാണ്. അതിനിടയ്ക്ക് റോൾഫിനെ ഈ കോറിന്റെ ആൾക്കാർ വെടിവെച്ച് കൊന്നു. അങ്ങനെ റോബിനും മരിയയും ഇപ്പോൾ ഒന്നു ചേർന്ന് ആ ഒരു മരത്തിനടിയിൽ ഒരു ഗുഹ പോലുള്ള സംഗതി ഉണ്ടായിരുന്നു, അവിടേക്ക് നേരെ എടുത്ത് ചാടുകയാണ്. അതിനകത്ത്
അകത്ത് നിന്ന് മൂൺ പേൾസ് ഇവർ കണ്ടെത്തി. ആ മൂൺ പേൾസ് എടുത്ത് ഇവർ മുന്നോട്ട് പോയതും 5000 വർഷം കഴിഞ്ഞിട്ടുള്ള പൗർണമി ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ചന്ദ്രൻ ഉദിക്കാനായി നിൽക്കുകയാണ്. ഇതേ ഭാഗത്തേക്ക് ഇവരുടെ പിറകെ വന്ന കോറും എത്തിച്ചേരുന്നുണ്ട്. അധികം വൈകാതെ ശാപം നടപ്പിലാവുമെന്ന് കരുതി അയാൾ സന്തോഷിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ബെഞ്ചമിനും കൂട്ടരും അവിടേക്ക് വന്നു. അങ്ങനെ ഈ 2 ഫാമിലിയിലുള്ള മെയിൻ ആൾക്കാരാണ് ഇവരോട് ഒന്നു ചേരാൻ വേണ്ടി മരിയ പറയുമ്പോൾ അവർ വീണ്ടും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ലൗഡെ അവിടേക്ക് വന്നു. അച്ഛാ, എനിക്കറിയാം ഞാൻ അവിടെ നിന്ന് പോന്നതിന്റെ ദേഷ്യം കൂടിയാണ് മേരിവെതർ ഫാമിലിയോട് തീർക്കുന്നതെന്ന് പറയാണ്. ഇപ്പോഴാണ് ലൗഡെ ഇയാളുടെ മോളാണെന്നുള്ള കാര്യം പോലും നമുക്ക് മനസ്സിലാവുന്നത്. വീണ്ടും ബെഞ്ചമിനെയും കോറിനെയും ഒന്നിച്ച് ചേർക്കാനായിട്ട് മരിയയും ലൗഡയും ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. അവസാനം മരിയയ്ക്ക് തോന്നി ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന്. അങ്ങനെ ആ മൂൾ പേളും കയ്യിൽ എടുത്ത് അവള് നേരെ കടലിലേക്ക് എടുത്ത് ചാടി. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം ചന്ദ്രനിൽ നിന്ന് വരെയാണ്. വലിയൊരു തിരമാല വരുന്നുണ്ട്. ആ തിരമാലയിൽ വെളുത്ത കുതിരകളുണ്ട്. അതിലൊരു യൂണിക്കോൺ കുതിരയുടെ പുറത്ത് മരിയയും ഉണ്ടായിരുന്നു. അവള് ഇപ്പൊ തിരികെ വന്നിരിക്കുകയാണ്. ആ ഒരു സമയം ആയപ്പോഴേക്ക് 2 ഫാമിലീസിന്റെയും എതിർപ്പും കാര്യങ്ങളും എല്ലാം പോയി. നമ്മുടെ പട്ടിക്കുട്ടി അന്നുണ്ടായിരുന്ന ആ ഒരു കറുത്ത സിംഹമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ശേഷം ഫാമിലികൾ തമ്മിൽ ഇനിയൊരു വെറുപ്പ് ഉണ്ടാവത്തില്ല, മനസ്സിൽ അങ്ങനത്തെ അസൂയയും കുശുമ്പും ഒന്നും വെക്കത്തില്ല എന്ന് നമ്മുടെ മേരിവെതർ ഫാമിലിയും ഡിനോർ ഫാമിലിയും തീരുമാനിച്ചു. അങ്ങനെയാണ് മൂൺ പ്രിൻസസിന്റെ കഥ പുസ്തകത്തിലേക്ക് മറ്റൊരു രീതിയിൽ മാറ്റി എഴുതപ്പെടുന്നത്. ആ ഒരു ശാപം മാറി ഇപ്പൊ നമ്മുടെ മൂണേക്കർ എന്ന് പറയുന്ന ആ സ്ഥലം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് 2018 പുറത്തിറങ്ങിയ സീക്രട്ട് ഓഫ് ദ മൂണേക്കർ എന്ന് പറയുന്ന മനോഹരമായ ഒരു അഡ്വഞ്ചറസ് മൂവി അവസാനിക്കുന്നത്. ഫാന്റസി സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥയാണിത്. അല്ലാത്തവർക്ക് അത്രയ്ക്ക് വലിയൊരു ഇതുണ്ടായിരിക്കത്തില്ല. ഒരു ഫെയറി ടെയിൽ ഫാന്റസി മൂവി ടച്ച് വരുന്ന ഒരു സിനിമയാണ്. സോ താല്പര്യമുള്ളവർ കാണാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഇങ്ങനത്തെ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഏത് ടൈപ്പൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം. പിന്നെ എന്താ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാട്ടോ. നമുക്ക് എന്നാൽ മറ്റൊരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.